ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളൊന്ന് വേഗം വാ. തകർക്കും ഞാൻ, എല്ലാം നശിപ്പിക്കും. കൊല്ലും ഞാൻ, എല്ലാത്തിനെയും കൊല്ലും. മോളെ 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 രമ്യ, രമ്യ കൊല്ലും ഞാൻ. മോളെ എന്നെ മോളെന്ന് വിളിക്കരുത്. ചതിച്ച എല്ലാരെയും ഞാൻ കൊല്ലും. അയ്യോ പട്ടായി പോയി, മെന്റലാണ്. ഡോക്ടറെ വിളിക്ക് പെട്ടെന്ന്. മോളെ തൊട്ടടുത്തൊരു ജസീറ ഡോക്ടർ ഉണ്ട്, വിളിക്കട്ടെ? വിളിക്കടാ. അതിന് അയാൾ സൈക്യാട്രിസ്റ്റ് ഒന്നും അല്ലല്ലോ. ജോസീന ഡോക്ടർ മതി, ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കിക്കോളും. എന്നാ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മോളെ ഓഹോ, നീ വന്നോ എന്റെ നാശം കാണാൻ? നീ വന്നല്ലേ? വേണ്ട, പറയുന്ന കേൾക്കും. രമ്യ അടങ്ങി നിൽക്കാൻ. നിന്റെ ഭാര്യ എവിടെടാ? വിടാനല്ലേ പറഞ്ഞേ? രമ്യ വേണ്ട. ഓഹോ, വന്നിട്ടുണ്ടല്ലേ എന്റെ നാശം കാണാൻ. നീ വന്നിട്ടുണ്ടല്ലേ? അല്ലേടി, ഒന്ന് അടങ്ങി നിന്നേ. വിടില്ല ഞാൻ. രമ്യ മോളെ മോളെ വിടില്ല ഞാൻ. രമ്യ വേണ്ട, പറയുന്ന കേൾക്കും. രമ്യ കൊല്ലും ഞാൻ. വേണ്ടെന്നല്ലേ പറഞ്ഞേ? രമ്യ പറയുന്ന കേൾക്കും. നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. പറയുന്ന കേൾക്കും. എന്ത് സമാധാനം? എന്ത് മിണ്ടരുത് നിങ്ങള്. നിങ്ങളോട് എന്നെ ചതിച്ചേ. നിങ്ങളുടെ വാക്ക് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചു പോയി. ഇവൻ എന്റെ ഭർത്താവുമെന്ന്. എന്നിട്ട് ഭർത്താവായോ? രമ്യ ഇനി ഈ രമ്യക്ക് ജീവിക്കണ്ട. മോളെ നീ ഒന്ന് അടങ്ങിക്കേ. രമ്യ നീ ഒന്ന് അടങ്ങിക്കേ. രമ്യ പിടിക്കാവനെ. പിടി, പിടി. ഇടാ മുടിഞ്ഞ ആരോഗ്യമാണ് അവക്ക്. രമ്യ നീ ഒന്ന് അടങ്ങിക്കേ. എന്താ കാണിക്കുന്നത്? നീ ഒന്ന് അടങ്ങിയിരുന്നേ. എന്തേലും ഒന്ന് അടങ്ങിയിരിക്കേ. കുട്ടിയൊന്ന് പാനിക് ആവാതിരിക്കെ. പേടിക്കണ്ട. ഒരു മെന്റൽ ഷോക്കാ, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. വയലന്റ് ആവാതൊന്ന് ഇരുത്തിയാൽ മാത്രം മതി. ഡോക്ടർ, രമ്യ ഒന്ന് അടങ്ങിയിരിക്കും. രമ്യ ഒന്ന് അടങ്ങിയിരിക്കും. രമ്യ പറയുന്നത് കേൾക്ക. എനിക്ക് ജീവിക്കണ്ട. ഡോക്ടറെ ഒന്ന് വേഗം. നന്നായിട്ട് പിടിച്ചോണേ.
സെഡേഷൻ കഴിയുമ്പോ കൊടുക്കാൻ ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് കൂടെ തരാം. ക്ഷീണമുള്ള മെഡിസിനാ. തൽക്കാലം ജ്യൂസോ മറ്റോ കൊടുത്താ മതി. ഇനി കുട്ടി വയലന്റ് ആവില്ല, മയങ്ങിക്കോളും. എല്ലാം കൂടെ കുറ്റിയടിച്ചവിടെ നിപ്പോണ്ട്. ഞാൻ നേരത്തെ ഇനി പോന്ന്. അല്ലേ, ഈ പിരിയിളകിയ പെണ്ണിനെ ചങ്ങലേക്ക് ഇടാന്നല്ലാതെ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? അച്ഛൻ പറ. അല്ല, ആ പെണ്ണ് ചോദിച്ചു വാങ്ങിയതല്ലേ ഈ ദുരന്തം? അല്ല, ഒരുത്തനെ കെട്ടാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാ പിന്നെ എന്തിനാ അവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? പലിശ കൊടുത്ത് മുടിഞ്ഞവരുടെ പ്രാക്ക അനുഭവിക്കട്ടെ. അവളുടെ കയ്യിൽ നിന്ന് കുറെ മേടിച്ച് കഴിച്ചതല്ലേ? കപ്പയും മീൻകറിയും ചിക്കൻ കറിയും കാശായിട്ട് അങ്ങനെ കുറെ. എന്താ അല്ലേ, ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതിന് പ്രതിഫലം ഇല്ലേ? ഞാൻ കുറച്ച് ബുദ്ധി അവക്ക് പകർന്നു കൊടുത്തു. അതിനിപ്പോ കുറച്ച് നക്കാപ്പിച്ച തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചിട്ടുമുണ്ട്. എന്തായാലും അവിടെ ആ രമ്യ വല്ലാതെ വയലന്റാ. മെന്റൽ ഷോക്കാ അച്ഛ. മെന്റൽ ഷോക്കോ? മെന്റൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് കിളി പറന്നു പോകുന്നല്ലേ അർത്ഥം? ആ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ എന്റെ ദൈവമേ. യോ, ഇനി അവള് തലയിൽ ചെമ്പരത്തി പൂ വെച്ചോണ്ട് ഇങ്ങോട്ടെങ്ങാനും കയറി വരുന്ന എന്തോ. ആ കൊച്ചിനെ ഈ നിലയിലാക്കിയത് ഞാന്. എന്റെ മോൻ അവക്കുള്ളതാണെന്ന് ഞാൻ വാക്ക് കൊടുത്തല്ലേ? പാവം, അവളത് വിശ്വസിച്ചു. ഇങ്ങനൊരു കൊടും ചതി ഉണ്ടാവുന്നു ഞാൻ കരുതിയോ? ഇനി ഈ ജന്മത്ത് എനിക്കിത് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അമ്മ കരയാതമ്മേ. അമ്മയല്ലല്ലോ തെറ്റുകാരി. രാജുവിനെ വശീകരിച്ചെടുത്തത് ഇവിടെ വേറെ ചിലരല്ലേ, അവരനുഭവിച്ചോളും. എന്നെ ആരും വശീകരിച്ചെടുത്തിട്ടില്ല. മറ്റുള്ളവരെ കുത്തി നോക്കുന്നതേ ഒട്ടും ശരിയല്ല.